നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂർ കേസിൽ വിചിത്രമായ ചില കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. ഒരു വശത്ത് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം ഇതുവരെ അനുവദിച്ചില്ല. ജാമ്യ ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കാമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു സാധാരണ ഹർജിക്കാരന് ലഭിക്കേണ്ട പരിഗണന മാത്രമേ ബോബി ചെമ്മണ്ണൂരിന് നൽകേണ്ടതുള്ളൂ. അടിയന്തര പ്രാധാന്യമൊന്നും ഈ വിഷയത്തിനില്ല എന്ന് ഇന്നലെ ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലടച്ചതിൽ വ്യത്യസ്ത അഭിപ്രായ പ്രകടനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഏതുവിധേനയും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കിട്ടാതിരിക്കാൻ സഹസ്രം പയറ്റുന്നു ഒരു വശത്ത് പോലീസ്. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂർ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളൊക്കെ ക്രോഡീകരിക്കുകയാണ് ഇപ്പോൾ സൈബർ പോലീസ്. മറ്റാർക്കെങ്കിലും പരാതിയുണ്ടോ എന്ന് ഓരോ തലത്തിലും പോലീസ് അന്വേഷണം ഉയർത്തുന്നു. എന്നാൽ ഇതുവരെ മറ്റൊരു പരാതിയും ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർന്നു വരുന്നില്ല എന്നതാണ് ഏറ്റവും അതിശയകരം. ബോബി ചെമ്മണ്ണൂർ ഫാൻസ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. കാക്കനാട്ടെ ജയിൽ വളപ്പിൽ ഇന്നലെ ബോബി ചെമ്മണ്ണൂർ ഫാൻസ് എത്തിയിരുന്നു. തങ്ങൾക്ക് ബോബി ചെമ്മണ്ണൂരിനെ കാണണം എന്ന ആവശ്യമുന്നയിച്ചുവെങ്കിലും ഇനി ചൊവ്വാഴ്ച മാത്രമേ കാണാനുള്ള അനുവാദമുള്ളൂ എന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. ഹണി റോസിന് സമാനമായ തലത്തിൽ ബോബി മറ്റുള്ളവർക്കെതിരെ അധിക്ഷേപവും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് നിരവധി വീഡിയോകളിൽ നിന്ന് കണ്ടെടുത്തു. എന്നാൽ അവരാരും പരാതിക്ക് തയ്യാറല്ല. ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലത്തെ ഹണി റോസിന്റെ രഹസ്യമൊഴിയാണ് പോലീസിന് കൂടുതൽ കരുത്തു പകർന്നതും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിക്കാൻ ഇടവരുത്തിയതും. ബോബി ചെമ്മണ്ണൂർ കേസിൽ ഏറെ നിർണായകമായത് ഹണി റോസിന്റെ രഹസ്യമൊഴിയെന്ന് DCP അശ്വതി ജിജി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റങ്ങൾ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയിൽ എല്ലാമുണ്ട്. മറ്റാരെങ്കിലും ഹണി റോസിന് സമാനമായ പരാതിയുമായി വന്നാൽ FIR എടുത്ത് വേഗത്തിൽ മുന്നോട്ടു പോകുമെന്ന് പോലീസ് പറയുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 75/1, 75/4, IT ആക്ട് 67 എന്നിവയനുസരിച്ചാണ് ഹണി റോസ് നൽകിയ കേസുമായി പോലീസ് മുന്നോട്ടു പോകുന്നത്. ശരീരത്തിൽ അനുവാദമില്ലാതെ സ്പർശിക്കുക, സോഷ്യൽ മീഡിയയിലൂടെയുള്ള അശ്ലീല അധിക്ഷേപം, ഇവ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു എന്നിവയാണ് ബോബി ചെമ്മണ്ണൂരിന് മേൽ ചുമത്തപ്പെട്ട കുറ്റം. തന്റെ പിറകെ നടന്ന് ശല്യം ചെയ്തു എന്ന് ഹണി റോസ് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ നടിയുടെ പ്രത്യേക മൊഴി പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്ന സൂചനയും പോലീസ് നൽകുന്നു. ബോബി ചെമ്മണ്ണൂർ വിവിധ യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖങ്ങൾ പൂർണ്ണമായി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ബോബി ചെമ്മണ്ണൂരിനെ പൂർണ്ണമായി ന്യായീകരിച്ച് രാഹുൽ ഈശ്വർ കളത്തിലിറങ്ങി. 1 മിനിറ്റിന്റെ തമാശയ്ക്ക് ഒരാളെ വർഷങ്ങളോളം ജയിലിലിടണോ എന്നാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. ഇത് അന്യായമാണ്. ബോബി ചെമ്മണ്ണൂരിനെ സോഷ്യൽ ഓഡിറ്റ് ചെയ്തതുപോലെ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുന്നു. ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിനെ ആരും ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയായില്ല എന്നും ഹണി റോസിനോട് മാപ്പ് പറയണമെന്ന് താൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നുവെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കി. എന്നാൽ ബോബിയെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യുന്നത് പോലെ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. ബോബിയുടെ വാക്കുകൾക്ക് മാന്യത വേണം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിലും മാന്യത വേണമെന്ന് രാഹുൽ ഈശ്വർ തുറന്നടിച്ചു. ഹണി റോസിനെ ബഹുമാനമാണ്, പക്ഷെ അവരെ വിമർശിക്കാൻ പോലും പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? ഏത് അഭിനേത്രിയായാലും അവരുടെ വസ്ത്രധാരണത്തിന് മിതത്വം വേണം. നേരത്തെ ബോബിക്കെതിരെ പരാതി നൽകിയത് സംബന്ധിച്ച ചാനൽ ചർച്ചയിൽ തന്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് പരാമർശിച്ച രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് രംഗത്തെത്തിയിരുന്നു. രാഹുൽ ഈശ്വറിന്റെ മുന്നിൽ വരാൻ സാഹചര്യമുണ്ടായാൽ താൻ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചോളാമെന്നാണ് അപ്പോൾ ഹണി റോസ് കുറിച്ചത്. രാഹുൽ ഈശ്വർ പൂജാരിയാവാതിരുന്നത് നന്നായെന്നും അങ്ങനെയായിരുന്നെങ്കിൽ തന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് രാഹുൽ പ്രത്യേക ഡ്രസ് കോഡ് ഏർപ്പെടുത്തുമായിരുന്നുവെന്നും ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടിരുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. എന്നാൽ ഹണി റോസിനെ ന്യായീകരിച്ച് പലരും രംഗത്തെത്തുന്നു. ഹണി ഉൾപ്പെടെ സ്ത്രീകൾ തങ്ങളുടെ ശരീരത്തിന്റെ ആകൃതി എങ്ങനെ രൂപപ്പെടുത്തണം, എന്ത് വേഷവിധാനം ചെയ്യണം എന്ന് നിശ്ചയിക്കേണ്ടത് രാഹുൽ ഈശ്വറാണ് എന്ന് ചോദിക്കുന്നത് ശ്രീയയെ പോലെയുള്ള നടികൾ. ശ്രീയ രമേശിന്റെ വാക്കുകൾ ഇങ്ങനെ: പെൺ ഉടലിന്റെ അഴകളവുകളെപ്പറ്റി പുരാണങ്ങളിലും വിവിധ കാവ്യങ്ങളിലും ശില്പങ്ങളിലും ധാരാളം കേൾക്കുവാനും കാണുവാനും സാധിക്കും. അതൊക്കെ റദ്ദ് ചെയ്യണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെടുമോ? ചുറ്റികയുമായി മലമ്പുഴയിലെ യക്ഷിയെയും അതുപോലെ ഖജുരാഹോയിൽ ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിലുള്ള ശില്പങ്ങൾ തകർക്കാൻ ഇയാൾ പുറപ്പെടുമോ? പഴയ ക്ഷേത്രങ്ങൾക്ക് മുൻപിലെ സാലഭഞ്ചികകൾക്ക് മാക്സി ഇടിക്കുമോ? ഹണി ഉൾപ്പെടെ സ്ത്രീകൾ തന്റെ ശരീരത്തിൽ ആകൃതി എങ്ങനെ രൂപപ്പെടുത്തണം, എന്ത് വേഷവിധാനം ചെയ്യണം എന്ന് നിശ്ചയിക്കേണ്ടത് രാഹുൽ ഈശ്വറാണോ? വ്യക്തി സ്വാതന്ത്ര്യം എന്നത് എന്താണ് എന്ന് ഇയാൾക്കറിയില്ലേ? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആണും പെണ്ണും തമ്മിൽ സൗഹൃദമോ പ്രൊഫഷണൽ ബന്ധമോ ഉണ്ടാവുക സ്വാഭാവികമാണ്.
എത്ര അടുപ്പമുണ്ടായാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ തനിക്ക് അലോസരമുണ്ടാകുന്നു എന്ന് കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാനും ആവശ്യമെങ്കിൽ പരാതി നൽകാനും സ്ത്രീക്ക് അവകാശമുണ്ട്. ഹണിയും അതേ ചെയ്തുള്ളൂ. നേരത്തെ മോൺസ്റ്റർ എന്ന സിനിമയിൽ ഹണി റോസ് മോഹൻലാലിന്റെ ഡയലോഗുകൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതിനെയും രാഹുൽ ഈശ്വർ കളിയാക്കിയിരുന്നു. സിനിമയിലും ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ടല്ലോ എന്ന് രാഹുൽ ഈശ്വർ തുറന്നടിച്ചിരുന്നു. ഇതിനിടയിൽ ഇന്നലെ പുറത്തിറങ്ങാനിരുന്ന റേച്ചൽ സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചു. എന്നാൽ വിവാദവുമായി അതിന് ബന്ധമില്ല എന്ന് അണിയറ പ്രവർത്തകർ വിശദീകരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഹണി റോസിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ ഭയന്നാണ് സിനിമയുടെ റിലീസിംഗ് മാറ്റിയത് എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. ജനുവരി 10 റിലീസ് ചെയ്യാനിരുന്ന സിനിമയുടെ റിലീസിംഗ് ആണ് ഇപ്പോൾ അനിശ്ചിതമായി മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു ഇറച്ചിവെട്ടുകാരിയുടെ വേഷമാണ് ഹണി റോസ് ഇതിൽ അഭിനയിക്കുന്നത്. ചിത്രത്തിന്റെ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നേരത്തെ വലിയ ചർച്ചയ്ക്കിട വരുത്തിയിരുന്നു. ഹണി റോസിന്റെ കരിയറിലെ സ്ത്രീപക്ഷ സിനിമയായിരിക്കും ഇത് എന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നു. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ റിലീസിംഗ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച ചുരുക്കം ചില സിനിമകളിൽ ഒന്നായിരുന്നു റേച്ചൽ. എന്നാൽ ഹണി റോസിന്റെ പരാതിയെ തുടർന്ന് ഈ സിനിമയുടെ പേരും ചർച്ചകളിലും വിവാദങ്ങളിലുമൊക്കെ ഇടം പിടിച്ചു. ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനും ഈ സിനിമയെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തി. സിനിമ റിലീസിംഗ് പ്രമോഷന്റെ ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന പരാതിയും ആരോപണങ്ങളുമൊക്കെ എന്ന ആരോപണമായിരുന്നു ശക്തിപ്പെട്ടത്. ബാദുഷ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബാദുഷ എന്നും നിർമ്മിച്ച ചിത്രമാണ് റേച്ചൽ. ഇതിനിടയിൽ ചിത്രത്തിന്റെ റിലീസിംഗിന് ഇപ്പോൾ ഉയർന്ന വിവാദങ്ങളുമായി ബന്ധമില്ല എന്ന് ബാദുഷ പ്രതികരിച്ചു. സിനിമയുടെ ടെക്നിക്കൽ ജോലികൾ ഇനിയും പൂർത്തിയായിട്ടില്ല. സെൻസർ ചെയ്യുകയോ അതിനായി അപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. റിലീസിന് 15 ദിവസം മുൻപെങ്കിലും സെൻസർ ചെയ്യാൻ അപേക്ഷ സമർപ്പിക്കണമെന്നതാണ് നിയമം. ഹണി റോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളാണ്. സിനിമയുടെ റിലീസിന് അതുമായി ബന്ധമില്ല. എങ്കിലും അണിയറ പ്രവർത്തകർക്കും പ്രൊഡ്യൂസർക്കുമൊക്കെ ഒരു ഭയമുണ്ട്. ഹണി റോസിനെ കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന വിമർശനങ്ങൾ തന്നെയാണ് അവർ ഭയക്കുന്നത്. ബോബി ചെമ്മണ്ണൂർ വിഷയത്തിൽ ഹണി റോസിനോട് എങ്ങനെ പ്രതികരിക്കും? അത് സിനിമയെ ബാധിക്കുമോ? കാക്കനാട്ടെ സബ് ജയിലിൽ തന്റെ ജീവിതം തുടരുകയാണ് ഇപ്പോഴും ബോബി ചെമ്മണ്ണൂർ. ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് ജയിലിലെ വെജിറ്റേറിയൻ ജീവിതമായിരുന്നു. ഇന്ന് മട്ടൻ കൂട്ടി ഭക്ഷണമൊക്കെ കിട്ടും എന്ന പ്രതീക്ഷയുണ്ട്. സാധാരണ തടവുപുള്ളിയായി പൂർണ്ണമായും ബോബി ചെമ്മണ്ണൂർ മാറിയിരിക്കുന്നു. അതിനിടയിൽ സോഷ്യൽ മീഡിയ നിന്ന് കത്തുകയാണ്. ഇരട്ട നീതി എന്ന ആരോപണവും ശക്തമാകുന്നു. അതിലപ്പുറം ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം എന്നുറക്കെ പറയുന്ന കൂടുതൽ ശബ്ദം സമൂഹ മാധ്യമങ്ങളിൽ ഒന്നിനൊന്ന് ഏറി വരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.